പാട്ടും നൃത്തവും അഭിനയം കൊണ്ട് വേദിയിൽ സർഗാത്മകതയുടെ വർണ്ണ കാഴ്ചകൾ ഒരുക്കി ബഹ്റിൻ കേരളീയ സമാജം മലയാള പാഠശാലയുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നിറപകിട്ടാർന്ന സമാപനം കുറിച്ചു. പാഠശാലയിലെ കുട്ടികൾ തന്നെ അവതാരകരായി എത്തിയ സമാപന സമ്മേളനത്തിൽ സമാജം പ്രസിഡന്റ് പി.വി. രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, പാഠശാല പ്രധാന അധ്യാപകൻ സുധി പുത്തൻവേലിക്കര, കൺവീനർ ബിജു എം സതീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. വാർഷിക പരീക്ഷയിൽ വിജയിച്ച പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും പാഠശാല നടത്തിയ മധുരം മലയാളം ഭാഷാ സാഹിത്യ മത്സര വിജയികൾക്കും വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുമുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം, സമൂഹഗാനം, കുന്താപ്പി ഗുലുഗുലു എന്ന നാടകം തുടങ്ങിയ കലാപരിപാടികൾ കുട്ടികൾ തിങ്ങി നിറഞ്ഞ സദസ്സിന് നവ്യമായ അനുഭവമായി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വിപുലമായ അനൗപചാരിക ഭാഷാ പഠന പ്രവർത്തനമായി വിലയിരുത്തപ്പെടുന്ന സമാജത്തിന്റെ മലയാളം പാഠശാലയിൽ കഴിഞ്ഞ അധ്യയന വർഷം 550ഓളം കുട്ടികളാണ് ഭാഷാ പഠനം നടത്തിയത്. ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന പുതിയ ഇതിൽ കൂടുതൽ കുട്ടികൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതിനുവേണ്ട പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും പാഠശാല പ്രവർത്തകർ അറിയിച്ചു.